അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു വീഡിയോ അയച്ചിട്ട് എന്നോട് ചോദിച്ചു ഇത് ആരാണ് എന്ന്. ഞാൻ ആ വീഡിയോ കേട്ടു. എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. ഞാൻ തന്ന കൂട്ടുകാരനോട് മറുപടി കൊടുത്തു, ഇത് ചേലൂർ ഭാഗത്തുള്ള യൂസുഫ് എന്ന പേരുള്ള ചെറുപ്പക്കാരനാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉസ്താദുമാരടുത്ത് നിന്ന് കിതാബ് ഓതി പഠിച്ചു. കാരന്തൂർ മർക്കത്തിൽ വന്നുകൊണ്ട് സഖാഫി സനതെടുത്തു. അതിനുശേഷം അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം അയാൾ വ്യാജത്വരീക്കത്തിൽ എവിടെയോ പോയി. ആ ഷെയ്ഖിനെ സ്വീകരിച്ചതിന് ശേഷം തലതിരിഞ്ഞ് ഓടി എന്താണ്ടൊക്കെ പറയുകയാണ് എന്ന്. അദ്ദേഹം ഇപ്പോൾ 13 വർഷക്കാലം മുമ്പ് അയാൾ സജീവമായി എവിടെയോ ഉണ്ടായിരുന്നു. ശേഷം ഏതോ മാളത്തിൽ ഒളിച്ചു. ഇപ്പോൾ അത് അയാൾ വീണ്ടും വന്നിട്ട് നല്ല നിലയ്ക്ക് ഇസ്തിഗാസ വിശദീകരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. കേരളത്തിലെ പണ്ഡിത സമൂഹത്തോട് വളരെ വേദനയോടുകൂടെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമൊക്കെ പഠിച്ചതും പഠിപ്പിച്ചു പോന്നതുമായ ഇസ്തിഗാസ, ആ ഇസ്തിഗാസയുടെ നിർവചനം എന്താണ്? നമുക്കൊക്കെ അറിയാം. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ അവരോട് നേരിട്ട് സഹായം തേടുന്നതിനാണല്ലോ ഇസ്തിഗാസ എന്ന് പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുത്തു വിട്ട എന്നല്ല, കൊടുത്തു വിട്ട് ഏൽപ്പിച്ച എന്നല്ല, കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും സഹായം തേടുന്നതിനെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അത് ഓക്കെയാണ്. അയാളെ നിർത്തുന്നില്ല, ബാക്കി കേട്ടോളി. എന്നാൽ ഇസ്തിഗാസയുടെ അർത്ഥതലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ അറിയുന്നുണ്ടാകും. ഈ സാഹചര്യം എന്നാൽ സുന്നികൾ ചെയ്യുന്ന ഈ ഇസ്തിഗാസയുടെ അർത്ഥതലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ അറിയുന്നുണ്ടാകുന്നു. നമുക്കാരും അറിയുന്നില്ല, ഇയാൾ മാത്രം അറിയുന്ന ചില സിദ്ധാന്തങ്ങളാണ്. അത് ഇയാളുടെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവർ മാത്രം അറിയാണ്. കാരണം എന്താ, അപ്പുറവും ഇപ്പുറവും വെട്ടിയിട്ട് ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒരു എച്ചിലാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന രൂപത്തിൽ ക്ലിപ്പ് മുറിച്ച് ജോയിൻ്റ് ആക്കിയിട്ട് അത് കേട്ട പാരമ്പര്യത്തിനാണ് ഇയാൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ്റെയും പ്രസംഗം 10 മിനിറ്റ് നേരം പോലും അയാൾ നേരെ കേൾക്കുന്നില്ല. ഇവന് കിട്ടുന്ന ഗ്രൂപ്പിലുള്ള ഈ കഷ്ണമുറികൾ മാത്രം കണ്ടിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ഇതിൻ്റെ തന്നെ ബാക്കി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടനയുടെ പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അമരത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന ഇത്തരം വ്യതിയാന ചിന്തകൾ, ആ ചിന്തകൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടായേക്കാം. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇദാ ലഹറൽ ബിദഉ ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇതിൻ്റെ അർത്ഥം പണ്ഡിതന്മാരായ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലെങ്കിലും ഇത് സാധാരണക്കാർ ഈ വീഡിയോ കേൾക്കുമല്ലോ. അതുകൊണ്ട് പറയട്ടെ, പുത്തനാശയം പ്രകടമാവുകയും അതിനെതിരെ പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശാപം, അള്ളാഹുവിൻ്റെ ലഅനത്ത് അവൻ്റെ മേലുണ്ട് എന്നാണല്ലോ നാമൊക്കെ. അത് പണ്ഡിതന്മാരോട് കൊടുക്കുന്ന ഒരു ഉപദേശം, പണ്ഡിതന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരോട് എന്ന് പറഞ്ഞിട്ടാ. ആയിക്കോട്ടെ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ബാക്കി പറയും. ആരുടെ ലഅനത്തിനെയാണ് പേടിക്കേണ്ടത്? സൃഷ്ടികളുടേതാണോ? അല്ല, അള്ളാഹുവിൻ്റെ ലഅനത്തിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം പഠിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇസ്തിഗാസ, നബിയെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, നബി എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് നബി സഹായിക്കുമെന്ന നിലക്ക് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന നിലക്ക് തന്നെയാണ്. അത് മുഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നാണ് ഒരു മുഅ്മിന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മുത്തുനബി സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ തന്നെയാണ്. അത് പ്രത്യേകം പറയേണ്ടതില്ല എങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗാലറി ഇരിക്കുകയാണ് എന്നും അള്ളാഹ്ക്ക് അതിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നും താങ്കൾ നിലയുറപ്പിച്ച കള്ളത്വരീഖത്തുകാരായ ആളുകളുടെ വാദമാണ്. താങ്കൾ നിലയുറപ്പിച്ച കള്ളത്വരീഖത്തുകാരുടെ വാദപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കഴിവിൽ ഇടപെടാനേ കഴിയൂല. പിന്നെ മൊബൈൽ ഫോൺ, അളിയന് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ അത് സ്വിച്ച് ഓൺ ആക്കലും ഓഫാക്കലും ഒക്കെ ഈ കൊടുത്ത ആൾ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നിനും ഇടപെടാൻ പറ്റുകയില്ല എന്നുള്ള വിശ്വാസം, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വിശ്വാസത്തിനെതിരാണ്. വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് താങ്കൾക്കും അറിയാമല്ലോ.
അതുകൊണ്ട് ആ വിശ്വാസത്തിന് എതിരാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഗ്യാങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെയും വളരെ സവിസ്തരമാക്കിക്കൊണ്ട് അങ്ങനെ ഒന്നില്ല, പരമാധികാരമെല്ലാം അള്ളാഹുവിനാണ്, അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്, ഏതൊരു വസ്തു എപ്പോൾ ചലിക്കണമെങ്കിലും അതിനും വേണം അള്ളാഹു കൊടുക്കുക എന്ന് പറഞ്ഞത്. വമാലം മെഷലമ്മിക്കുൻ, നമുക്കൊന്ന് കൈവേലിച്ചുകൊണ്ടിരണമെങ്കിൽ പോലും അള്ളാഹു ഇതിനും ഇജാദത്തില്ലാതെ നടക്കുകയില്ല എന്ന് പ്രത്യേകം വിശദീകരിച്ചത് താങ്കളിപ്പോൾ നിലനിർത്തിച്ചതുപോലുള്ള ആ പ്രസ്ഥാനക്കാർ മറുവാദമായി അള്ളാഹുവിന് ഖുദ്റത്ത് ഇല്ല എന്ന് സമർപ്പിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാവുണ്ടോ എത്രത്തോളം നിങ്ങളെ നേതാവ് പറഞ്ഞു? നിങ്ങളെ നേതാവ് കുരുവട്ടൂർ ഹക്കീമിൻ്റെ കൂട്ടത്തിലുള്ള നൗഷാദും പറഞ്ഞ എന്താണ്? കോഴി മുട്ടയിട്ടു എന്ന് പറഞ്ഞാൽ എന്താ? കോഴി മുട്ടയിട്ടു എന്ന് പറഞ്ഞെങ്കിൽ ആ കോഴി മുഖേന അള്ളാഹു മുട്ടട്ടു എന്നാണ് എന്ന് വരെ വ്യാഖ്യാനിച്ചു. യഥാർത്ഥത്തിൽ കോഴിക്ക് മുട്ടടാനുള്ള കഴിവ് കൊടുത്തതും അതിനുള്ള എല്ലാ ഖുദ്റത്ത് കൊടുത്തതും അള്ളാഹു ആണ് എന്ന് ഏതോ ഒരു പണ്ഡിതൻ വിശദീകരിച്ചപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയത്. നിങ്ങളെ മറന്നോ? നമുക്ക് ഞാൻ ചിലതൊക്കെ ഓർമ്മയാക്കി തരാം. പിന്നെ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? ഇടപെടൽ എന്ന വാക്കിലെ ആരാ ഇടപെടലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്? എന്നാൽ നബിയെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നബിയെ ഇടപെടണേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കഴിവുമില്ല, മൊയ്തീൻ ശൈഖിനൊരു കഴിവുമില്ല, ഇടപെടണേ എന്നാണ്. നിങ്ങൾ ഇടപെടണേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ നാം അതിനെതിരെ പ്രതികരിക്കുന്നില്ലെങ്കിൽ, അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ അത് എത്രമാത്രം ഭയാനകമാണ്. ആർക്കും ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയൂല, ആർക്കും ഒരു കഴിവുമില്ല അള്ളാഹു കൊടുത്തതല്ലാതെ. അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ ആർക്കും ഒരു കഴിവില്ല എന്നുള്ളത് ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് എതിരായി അപകടമായും ഭയങ്കര ഭയാനകമായും തോന്നിയത് കുരുവട്ടൂർ ഹക്കീമിൻ്റെ വെള്ളം കുടിച്ചതിൻ്റെ ശേഷമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിപ്പോൾ 13 വർഷത്തിന് ശേഷം തോന്നിയതുമല്ല, എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പും ഏകദേശം തോന്നിയിട്ടുണ്ട്. ഇനി ഒന്ന് കേട്ടോ, ഇടപെടൽ എന്ന വാക്ക് അത് നിങ്ങളുടെ ആളുകളും പറയാറുണ്ട്. ഇപ്പം എൻ്റെ നേതാവായി നീ പരിഗണിക്കപ്പെടുന്ന ചെറിയൊരു കുഞ്ഞമ്മദ് ഉണ്ടല്ലോ, ഒന്ന് പറയുന്നത് കേട്ടോ നോക്കിയാൽ. എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതിനങ്ങന്റെ വിഷയത്തിൽ ഇടപെടണം. അസ്ഹാബു റസൂലില്ലാഹ് അവരുടെ മാതൃകയാണത്. മായിസ് തങ്ങൾ തെറ്റ് ചെയ്തു, തെറ്റ് പുറത്തു തരേണ്ടതാരാ? റബ്ബാണ്, അല്ലാഹുവാണ്. അല്ലാഹു മാപ്പ് തരണമെങ്കിൽ ആരുടെ അടുത്ത് ആദ്യം പോകണം? ഹബീബരായ മുത്ത് റസൂലിന്റെ ഹദറത്തിൽ പോകണം. മുത്ത് റസൂലിന്റെ ഹദറത്തിൽ മായിസ് തങ്ങൾ ചെന്നിട്ട് പുന്നാര തങ്ങളോട് പറയുകയാണ്, തഹ്ഹിർനി യാ റസൂലല്ലാഹ്, നബിയെ അവിടം തന്നെ ശുദ്ധീകരിക്കണം, അവിടം എനിക്ക് മാപ്പ് തരണം, അവിടം തന്നെ കഴുകി വൃത്തിയാക്കണം, അവിടം തന്നെ രക്ഷപ്പെടുത്തണം. എന്റെ തെറ്റ് റബ്ബ് മാപ്പാക്കണമെങ്കിൽ അങ്ങ് ഇടപെടണം. ഈ തൊഴിയൂർ കുഞ്ഞമ്മദ് മൗലവി എന്ന് പറഞ്ഞ ആൾ അങ്ങയുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ, ബഹുമാനപ്പെട്ട ചേലൂര് യൂസുഫ് മൗലവി? ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ, ഇടപെടണമെന്ന്. അപ്പോൾ ഇടപെടണം എന്നുള്ള വാക്കാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളെ പ്രശ്നം ഇടപെടണമെന്നാണോ? അപ്പോൾ തൊഴിയൂർ ഈ പറഞ്ഞ ഈ സെക്കൻഡിൽ എത്ര തവണ പറയുന്നുണ്ട്? ഈ ഒരൊറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര തവണ ഇടപെടണം എന്നുള്ള വാക്ക് തൊയ്യൂർ പറയുന്നുണ്ട്? അതിൽ നിങ്ങൾക്ക് തിരുത്തൊന്നും കാണണില്ലേ? അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ടവർ മറ്റുള്ളവർക്കും പറഞ്ഞത്? നിങ്ങൾക്ക് സത്യത്തിൽ അതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ കള്ളതുരീക്കത്തിലായി എന്ന കാരണത്താലാണ്. അതിനെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ആ പറഞ്ഞ പണ്ഡിതന്റെ വാക്കുകളെ ന്യായീകരിച്ച് ഇടപെടൽ തന്നെയല്ലേ എന്ന് ബിരുദധാരികളായ ആളുകൾ വന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ഇസ്തിയാസ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടോ? തപസ്സിൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അള്ളാഹുവിലേക്ക് മധ്യവർത്തികളാക്കുക എന്നുള്ള തപസ്സിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണോ കേരളത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇവിടെ കവലകൾ തോറും സംവാദങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ നടന്നത്? നമ്മൾ എന്താണ് ആലോചിക്കാത്തത്? 13 വർഷമായി നിങ്ങളെ കൂടെ നടക്കുന്ന തൊയ്യൂർ കുഞ്ഞമ്മദിനോട് കൂടി ഒന്ന് ചോദിക്കേണ്ടതാണ്. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇജെന്താ ഒന്ന് ആലോചിക്കാത്ത കുഞ്ഞമ്മതേന്ന് നിങ്ങൾക്ക് എന്താ ഒന്ന് ചോദിച്ചൂടെ? യഥാർത്ഥത്തിൽ ഇസ്തിഹാസയാണെങ്കിലും തപസ്സിലാണെങ്കിലും എല്ലാം നൽകുന്നവരല്ലയാണ്. ഇതൊക്കെ കാരണങ്ങൾ മാത്രമാണ് എന്ന് അത് സുന്നത്ത് ജമാഅത്ത് പഴയ കാലത്തെ വിശദീകരിക്കുന്ന ഉസ്താദന്മാർ പറഞ്ഞതാണ്. ഇസ്തിഹാസയും തവസ്സുലും തബറുക്കും ഒക്കെ കാരണങ്ങളാണ്, എല്ലാം നൽകുന്നത് അള്ളാഹു ആണ് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതേ സമയത്ത് നിങ്ങളെ പ്രശ്നം അതൊന്നുമല്ല.
നിങ്ങൾ മുമ്പ് ഇതുപോലെ കള്ളത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച സമയത്ത് നിങ്ങൾ പലപ്പോഴും പ്രതികരിക്കാറുള്ളത് ശൈലി വേറെയാണ്. അന്ന് നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്നോ എന്തിനെക്കുറിച്ചാണെന്നോ പണ്ഡിത സമൂഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പണ്ഡിത സമൂഹത്തോട് ഈ കാര്യം പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങാൻ കാരണം. നാം എല്ലാം യൂസുഫ് മൗലവി, ഇത് പണ്ഡിതന്മാർക്ക് മാത്രമല്ല, നിങ്ങളെ പറ്റി നിങ്ങൾ ആരെ പറ്റിയാണ് പറയണമെന്നുള്ള തലച്ചോറുള്ള എല്ലാവർക്കും തിരിയും. കാരണം എന്താ പറയുക, നിങ്ങളപ്പോൾ ഇന്നും നേരം കാണാൻ തുടങ്ങിയൊന്നുമില്ല. 13 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, കുരുവട്ടൂരി ത്വരീഖത്തിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ആഡ് ചെയ്തു. അന്ന് നിങ്ങൾ 1-2 പണ്ഡിതന്മാരെ കടിച്ചു കീറുന്ന ഭാഷാ പദപ്രയോഗങ്ങളാണ് നിങ്ങൾ നടത്തിയത്. ലാസ്റ്റ് പച്ച തമ്മാടിത്തനം തന്നെ തലേക്കെട്ടും ഇത്ര താടിയും വെച്ച് നിങ്ങളെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് നിങ്ങളെ റിമൂവ് ആക്കിയത്. നിങ്ങൾ ഓർമ്മ ഉണ്ടോ? നിങ്ങളെന്നാ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഇല്ലെങ്കിൽ ഒന്ന് സാമ്പിളിന് വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നിർത്താം. ഇപ്പൊ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞത് ബഹുമാനിച്ച് അറിഞ്ഞല്ല ചേറ്റെ പോടവിടുന്ന് അന്നം തിന്നണവർക്ക് തിരിങ്ങൾക്ക് മറുപടി ഇല്ലായിട്ടുള്ള ചരക്കലാണ്. ചെത്തല പട്ടികളെ നിങ്ങൾ കസാബീങ്ങളാണ്. കാരണങ്ങൾ ഇതുവരെ പറഞ്ഞതും കട്ടുമുറിച്ച് തെളിയിക്കടാ. ആൺകുട്ടികളുണ്ടെങ്കിൽ തെളിയിക്ക്. ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ കുരുവട്ടൂരികൾക്ക് കഞ്ഞി വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സുന്നി പ്രവർത്തകന്മാരിൽ നിന്ന് ആരോ ഒരാൾ നിങ്ങളെ കുരുവട്ടൂരി എന്ന് വിളിച്ചതിന് വേണ്ടി നിങ്ങൾ പകരം വിളിച്ച വാക്കുകളാണിതൊക്കെ. എന്നിട്ട് ഇപ്പം നിങ്ങൾ പുതിയ കുപ്പായിട്ട് വന്ന് സുന്നികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അന്നേ ഈ ജാതി ചന്നായിയാണ്, ആട്ടിൻതോലണിഞ്ഞ് വന്നതാണ് എന്ന് നമുക്ക് ആദ്യം അറിയാം. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തോ ഒരു വിഷയത്തിന് വേണ്ടി ഉണ്ടാതിരുന്നു. 11 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അന്നുള്ള ആ പേ ഇന്നും ഇളകിയതാണ്. കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കണ്ട. ഈ 10-12 കൊല്ലങ്ങളുണ്ടല്ലോ ഈ മടിയിലിരുന്ന്, ആ മടിയിലിരിക്കലേ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെ നാവെങ്ങാനും ഇളക്കി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്തർച്ച് കീറാൻ മാത്രം നിങ്ങളെ പഴയ കാലത്ത് നിങ്ങൾ പറഞ്ഞ പച്ചത്തെറികൾ നമ്മളൊക്കെ ഫോണുകളിൽ ലഭ്യമാണ്. സോഷ്യൽ മീഡിയയിൽ അത് ഇഞ്ഞാടുക തന്നെ ചെയ്യും. ഇതിലൊക്കെ വ്യക്തമായി നമ്മൾ ഇറങ്ങേണ്ടി വരും. അതിനാര് നമ്മളെ ഏത് ആലയിൽ കൊണ്ട് പോയി കെട്ടിയാലും നമ്മളൊക്കെ നമ്മളുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ യഥാർത്ഥ ആശയാദർശത്തിൽ നിന്ന് ഒരു അളവ് വ്യതിക്കാൻ. അതുപോലെ യൂസുഫ് മൗലവി, നിങ്ങൾ ഏതെങ്കിലും കള്ളത്വരീഖത്തിൻ്റെ ആലയിൽ കെട്ടിയത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോഴുള്ള ആലയിലാണ്. ആ ആലയിൽ നിന്ന് പുറത്ത് കണ്ട് ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. ആലയിൽ അവിടെ ഇരുന്നോളൂ. അതുപോലെ ഏത് പേച്ച ത്വരീഖത്തുകാരനും ഏത് ഷിയായിക്കളും പറയാനുള്ളത്, എത്തിനധികം വഹാബികളധികം പറയാനുള്ളത് ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്നാണ്. ഇതുപോലെ പഠിപ്പിച്ച ഉസ്താദന്മാരിൽ നിന്ന് മാറിയിട്ട് കുരുവട്ടൂർ ശേഖൻ്റെ വെള്ളം കുടിച്ചിട്ട് ഇവനും പറയുന്നത് ഞങ്ങളാ സുന്നത്ത് ജമാഅത്ത്. കേട്ടില്ലപ്പോൾ നിങ്ങൾ? അത് ഏത് പേച്ചവനും ചേകന്നൂരുള്ള സമയത്ത് ചേകന്നൂരും പറഞ്ഞ് ഞാൻ അസ്സൽ സുന്നിയതായിരുന്നു. അത് ഇവരുടെ സ്വഭാവമാണ്. അതൊന്നും വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ടുള്ള കാര്യം പറഞ്ഞു തരാത്ത തന്നെ. അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. നിങ്ങളിപ്പോൾ ചേലൂർ യൂസുഫ് മൗലവി പറയുന്നത് എന്താ? ആരെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോരത്തിൽ ഈ രൂപത്തിലൊക്കെ പറയുന്നത് കള്ളത്വരീഖത്തേരാണ്, കള്ളത്വരീഖത്തേരെ സ്വഭാവത്തിൽ ഞങ്ങൾ പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ മാശറിയിൽ വെച്ച് കാണുന്നു. അപ്പോൾ നമ്മൾ സത്യം തുറന്ന് പറയുമ്പോൾ അവൻ ഇതാണ്, അവൻ സംഘടനാവിരുദ്ധനാണ്, കള്ളത്വരീഖത്തേരനെന്നൊക്കെ ആരെങ്കിലും പറയും. അവരെ നമുക്ക് ഇൻഷാ അല്ലാഹ് മാശറിയിൽ വെച്ച് കാണാം എന്ന്. കഴിഞ്ഞ 10-11 വർഷം പൊളിച്ച് പച്ചത്തെറികളെ കണക്കൊന്നുമില്ല. അത് പിന്നെ മാശറിക്ക് പറയില്ലേ? ഇപ്പൊ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞത് ബഹുമാനിച്ച് അറിഞ്ഞല്ല ചേറ്റെ പോടവിടുന്ന് അന്നം തിന്നണവർക്ക് തിരിങ്ങൾക്ക് മറുപടി ഇല്ലായിട്ടുള്ള ചരക്കലാണ്. ചെത്തല പട്ടികളെ നിങ്ങൾ കസാബീങ്ങളാണ്. കാരണങ്ങൾ ഇതുവരെ പറഞ്ഞതും കട്ടുമുറിച്ച് തെളിയിക്കടാ. ആൺകുട്ടികളുണ്ടെങ്കിൽ തെളിയിക്ക്. ഏതാണെങ്കിലും ഇറങ്ങാനുള്ള ഇറങ്ങിക്കോ. പക്ഷേ ഈ ജാതി ഉണ്ടല്ലോ, ഇപ്പം നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സംസാരം സംസാരിക്കഴിഞ്ഞാൽ മതി. മാന്യമായ നിലക്ക് പറഞ്ഞോ. പക്ഷെ അത് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നല്ല, കുരുവട്ടൂരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടൊന്ന് പോവാണ്.